Literary Theory, Post-Structuralism, recording number 10. This session talks about structuralism, post-structuralism, some practical differences. That's the title under which we are going to discuss the major points. Post-structuralism, it is more of an attitude of mind. It's an attitude of mind than a practical method of criticism. So obviously, to deconstruct something that is already established, അതാണല്ലോ ചെയ്യുന്നത്. അതായത് നമുക്ക് ഓൾറെഡി വളരെ കൺവീനിയൻ്റ്ലി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ പറയും ആ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള മീനിങ്സിനെല്ലാം. അപ്പോൾ അതിനൊരു സം കൈൻഡ് ഓഫ് എൻ അപ്രോച്ചബിൾ ഒരു ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് നീഡഡ്. അറ്റ്ലീസ്റ്റ് ആസ് എ കൈൻഡ് ഓഫ് അഡാസിറ്റി, ഇഫ് യു വോണ്ട് ടു ടോക്ക്, ഇറ്റ്സ് എ കറേജ് ദറ്റ് ഐ എം ഗോയിങ് ടു റീഡ് ഇറ്റ് ഇൻ എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വേ. സോ അതുകൊണ്ടാണ് അതിനൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് എന്ന് ആ രീതിയിൽ നമുക്ക് പറയാം. Characteristic of post-structuralism as a critical method. Post-structuralist critic is engaged in the task of deconstructing the text. Applied post-structuralism, we can call it to be deconstruction. Deconstruction, various methods, പല stages ആയിട്ട് we will come to that after this session. എങ്ങനെയൊക്കെ ഇതൊക്കെ സ്റ്റേജിലൂടെ ചെയ്യാം. അത് ഒറ്റയൊരു മെത്തേഡ് മാത്രമൊന്നുമല്ല, പല പോയിൻറ്റ്സിലാണ് ഒരു ടെക്സ്റ്റിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുക. സംടൈംസ് ഇറ്റ് മേ ബി എറ്റിമോളജിക്കൽ, ഇതുവരെ നമ്മളറിയാത്ത ഹിഡൻ മീനിങ്സ് എറ്റിമോളജി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സംടൈംസ് ഇറ്റ് ഈസ് അബൌട്ട് ബൈനറി റിവേഴ്സ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ, ദിസ് ഇസ് വൺ ഓഫ് ദ മേജർ characteristics of the practical method called deconstruction. Reading against the grain. So reading the text against itself with the purpose of knowing the text as it cannot know itself. That is their മേജർ വ്യൂ പോയിൻ്റ്. അതായത് ആ ടെക്സ്റ്റിന് അതിനെതിരെ വായിക്കുന്നു. അതായത് ഇതുവരെയും അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹീറോ ഫിഗേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ പോസിറ്റീവ് ആണെന്ന് കണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ച സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതെല്ലാം കംപ്ലീറ്റ്ലി അത് റിവേഴ്സ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഹീറോ ബിക്കംസ് വില്ലൻ ദർ, ഓർ ഹീറോ ഓർ ഹീറോയിൻ, ദെയർ ആക്ഷൻസ് ആൻഡ് their life, their situation, their stance, all these are questioned or reversed or viewed in an entirely different manner. അങ്ങനെ നമുക്ക് വലിയൊരു ചലഞ്ചിങ് റീഡിംഗ് ആണിത്. അപ്പോൾ ഈവൻ ഈ റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനെ പോലും ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രെയിൻ ഉണ്ടല്ലേ അപ്പം എന്നല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് ഗ്രെയിൻ ഇല്ല, അങ്ങനെ ഒരു ടെക്സ്റ്റിന് ഇന്നതായ ഒരു പർട്ടിക്കുലർ ഒരു എന്താ അബ്സല്യൂട്ട് എന്നുള്ളൊരു സംഗതിയേ ഇല്ല. ദർ ഈസ് നോ അബ്സല്യൂട്ട് എന്നാണ് പറയുന്നത്. ഓൾറെഡി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദി ഡെഫിനിഷൻ ടു ബി റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. അപ്പോൾ ഗ്രെയിൻ ഉണ്ട് എന്നിപ്പോൾ നമ്മൾ സംടൈംസ് വി ടോക്ക് അബൌട്ട് പ്രേതത്തിനെ വരെ പേടിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രേതം പേടിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എക്സിസ്റ്റൻസ് വരെ ഡിനൈ ചെയ്തിട്ടാണ് എനിക്കതിനെ പേടിയില്ല എന്ന് പറയുന്നത്. അതേസമയം അതേ സെൻറ്റൻസിൽ നമ്മൾ വി ആർ കോൺട്രാഡിക്റ്റിങ് അവർ ഓൺ സ്റ്റേറ്റസ്. ഇതേപോലെയാണ് റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഏത് ടെക്സ്റ്റിനും അപ്പോൾ ഒരു ഗ്രെയിൻ ഉണ്ട് എന്ന് പറയലാണ്. അപ്പോൾ സെൻറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നിടത്ത് പിന്നെ എങ്ങനെയാണ് ആ ഗ്രെയിനും സെൻറ്ററും എസൻസ്, ഓൾ ദീസ് ടേംസ് റെഫർ ടു ദി സെയിം ഐഡിയ ഓഫ് ഹാവിങ് എൻ അബ്സല്യൂട്ട് പോയിൻറ്റ്, അബ്സല്യൂട്ട് ഓർ പെർഫെക്റ്റ് പോയിൻറ്റ്. ഈ പെർഫെക്ഷൻ ഇനിമേലില്ല എന്ന് തന്നെയാണ് ഡീകൺസ്ട്രക്ഷൻ. ഇങ്ങനെ ആ പെർഫെക്ഷൻ എന്നുള്ള കോൺസെപ്റ്റിനെയാണ്, അല്ലെ അബ്സല്യൂട്ട്, ദ കോൺസെപ്റ്റ് ഓഫ് ഹാവിങ് അബ്സല്യൂട്ട്സ് ഇൻ എനി കേസ് ദാറ്റ് ഇസ് ചലഞ്ച്ഡ് ബൈ ഡീകൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ ആ ഡെഫിനിഷൻ പോലും അവിടെ ഒരു തരത്തിൽ മാച്ചിങ് അല്ല എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇത് വളരെ നല്ലൊരു ഡെഫിനിഷനാണ്, കാരണം നമുക്കതിൽ വലിയൊരു ഐഡിയ കിട്ടാനുണ്ട്. അതിൽ നിന്ന് വെച്ചാൽ നോയിങ് ദ ടെക്സ്റ്റ് ആസ് ഇറ്റ് കനോട്ട് നോ ഇറ്റ് സെൽഫ്. ആ പേർപ്പസ് എന്താണ്? നോയിങ് ദ ടെക്സ്റ്റ് ആസ് ഇറ്റ് കനോട്ട് നോ ഇറ്റ് സെൽഫ്. അതെന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിന് സ്വയം അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ തേടി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡീപ്പർ സെൻസ് ഓഫ് മീനിങ് വി ആർ ട്രൈങ് ടു അച്ചീവ്. So just think about a patient with a MPD, multiple personality disorder. It's not a kind of fantasy. അതൊരു ഫാൻറ്റസി ആയിട്ടുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ഒന്നുമല്ല. ഇറ്റ്സ് എൻ എക്സിസ്റ്റിംഗ് ഡിസോർഡർ ദാറ്റ് ഈസ് ഇൻ എ വേ ലിസ്റ്റഡ് ഔട്ട് ഇൻ മെൻ്റൽ അസോസിയേഷൻ. അവരുടെ റെക്കോർഡ്സിലൊക്കെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതിനാണ് നമ്മൾ ഫിലിംസിലൊക്കെ കുറേ ഇയേഴ്സ് ബാക്ക് വൺസ് ഇറ്റ് വാസ് പോർട്രേഡ് ദാറ്റ് ഡിസോർഡർ വാസ് ടേക്കൺ ടു ബി സംതിങ് ലൈക്ക് എ ഫാൻറ്റസി ക്രിയേഷൻ. അങ്ങനെയല്ല, അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് ഡിസോർഡേഴ്സും പോലെ മെൻ്റൽ ഡിസോർഡേഴ്സിൽ കൂട്ടത്തിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് ദ എക്സാമ്പിൾ ഗോസ് വിത്ത് Manichitrathazhu. To take Malayalam movie, that's Manichitrathazhu. To take it, the example from Tamil, it is onion.
We see three personalities there with the character, main character. With Manichitrathal, we see two characters, two personalities. Shobhana enact ചെയ്യുന്ന ഗംഗ ആൻഡ് നാഗവല്ലി. സോ എഗെയിൻ അതിൽ ആ ഒരു ക്യാരക്ടർ വർക്കൗട്ട് ചെയ്യുന്ന രീതി നമ്മൾക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് ഹാപ്പണിങ് വിത്ത് ദ ക്യാരക്ടർ? അതിൽ ഒരാൾ മറ്റേ ആളുള്ളത് അറിയുന്നില്ല. സോ വാട്ട് ദ അതർ പേഴ്സൺ, വെൻ ഷീ ബിക്കംസ് ദ അതർ വൺ, ഷീ ഡസൻ realize, even see, when she is Ganga, she doesn't know or she doesn't even remember what she did or what she does when she becomes Nagavalli. Then Anyan, Ambi, Ramo, all these characters shift from the action to action, but ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്കാണ്, അവർക്കത് അറിയില്ല അവരെന്തൊക്കെയാണ് മറ്റേതാവുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഈ ടെക്സ്റ്റിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണ്. ഒരു വി ടേക്ക് ഇറ്റ് ഫ്രം അവർ കോമൺ ഫെമിലിയർ സിറ്റുവേഷൻസ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. ദാറ്റ്സ് വൈ ടേക്കൺ ദ എക്സാമ്പിൾ ഫ്രം ഫിലിം. നമ്മൾ രണ്ടിലേതെങ്കിലും ഒരു മൂവി നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ഓഫ് us മസ്റ്റ് ബി ഫെമിലിയർ വിത്ത്. ഈ ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുപോലെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ കാര്യം. അതായത് ഈ ടെക്സ്റ്റിന് ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട്, വൺ ഫേം മീനിങ്. നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ ദ റിയൽ പേഴ്സണാലിറ്റി ദാറ്റ് ലൈസ് വിത്ത് ദ ബോഡി. ഒരാളുടെ ഗംഗ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന ക്യാരക്ടറാണ് നമ്മൾ എപ്പോഴും ഓൾവേസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മീനിങ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അപ്പാർട്ട് ഫ്രം ദർ ഇസ് എ വെരി കോൺട്രാഡിക്റ്റഡ് ഓർ ഇൻ എ വെരി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അഗെയിൻ എക്സിസ്റ്റിംഗ് വിത്തിൻ ദ സെയിം വുമൺ, സെയിം ബോഡി, വുമൺ ബോഡി, സെയിം ക്യാരക്ടർ ബോഡി. അവിടെ എന്താണ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും അതിൻ്റെ വേ ഓഫ് ബിഹേവിങ്, വേ ഓഫ് തിങ്കിങ്, ആക്ടിങ്, ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ്. ബട്ട് ഗംഗ ഡസൻ നോ നാഗവല്ലി, നാഗവല്ലി ഡസൻ നോ ഗംഗ. ഇതേപോലെ ഒരു ടെക്സ്റ്റിനും ഏറ്റവും സർഫസിൽ നമ്മൾക്ക് കിട്ടിയ ഒരു മീനിങ് ഉണ്ട്. അത് വളരെ പാസീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നോർമലായിട്ടുള്ള മീനിങ് ആണ്. അല്ലേ, നമുക്കിപ്പം ഒരു എഫക്റ്റഡ് അല്ലാത്ത നേരത്തെ ഒരു ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്ന ആ മീനിങ് മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ദാറ്റ്സ് വൈ വൺസ് ഐ സെൻറ്റ് യു വൺ ട്രോൾ ഓർ സംതിങ് മെയ്ഡ് ബൈ, ഒരു പ്രാവശ്യം അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ സാധാരണ മീനിങ് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വളരെ സാധാരണ രീതിയിലുള്ളൊരു ഫോട്ടോവും ആൻഡ് ഡീകൺസ്ട്രക്ഷൻ, ടെക്സ്റ്റ് ആഫ്റ്റർ ഡീകൺസ്ട്രക്ഷൻ, അങ്ങനെയാണ് ടെക്സ്റ്റ് ബിഫോർ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ദെൻ ആഫ്റ്റർ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേസൊക്കെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മൾ വി ടോക്ക് അബൌട്ട് ലൈക്ക് നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരു, അപ്പോൾ അത് കാണിക്കുന്നത് ഡീകൺസ്ട്രക്റ്റഡ് വേർഷൻ എന്നുള്ള രീതിയിൽ. അതായത് എന്തായാലും നമുക്ക് കിട്ടുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു അല്ലെങ്കിൽ നോർമൽ പ്ലെയിനിൽ നിൽക്കുന്ന മീനിങ് റീഡിങ് ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ടോക്കിംഗ് അബൌട്ട് ദിസ് ആക്ച്വലി MPD is brought to the context. ആ എക്സ്പ്ലനേഷന് വേണ്ടി അത് എടുത്തതിൻ്റെ റീസൺ അതാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. നൗ deconstructive reading uncovers some definitions we will move to. Deconstructive reading uncovers the unconscious rather than the conscious dimensions of the text. ഇതിൽ ഡെഫിനിഷൻസിലും we will have to take care of certain terms used by the critics. അത് ചിലത് ഡെഫിനിഷൻസ് ആണെങ്കിൽ അതിൽ ചില ടേംസ് ആണ് ഡീകൺസ്ട്രക്ഷൻ. എക്സാക്ട്ലി ദോസ് ടേംസ് ക്യാൻ ഡിഫൈൻ ആൻഡ് can get much more idea than giving much importance for the whole sentence. It can concentrate on certain terms. And here we can see the unconscious rather than the conscious dimension. And we will have to go back to our idea on unconscious. Unconscious എന്താണ് നമുക്കറിയാം. It's not readily available. That has to be teased out. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പം എപ്പോഴും പുറത്തു വരുന്ന ആളുടെ നേരിട്ട് ഡയറക്റ്റ്ലി ഇറ്റ്സ് നോട്ട് ഫ്രം ദ അൺകോൺഷ്യസ്, ദാറ്റ് ഇസ് ജസ്റ്റ് ഫ്രം ദ കോൺഷ്യസ് ലെവൽ. കോൺഷ്യസ് മൈൻഡ്, യു ആർ ടോക്കിംഗ്, യു ആർ എക്സ്ചേഞ്ചിങ് യുവർ വെരി ഐഡിയാസ്, പ്രസൻറ്റ് റിയാലിറ്റീസ്, ഓൾ ദീസ് ആർ എക്സ്പ്രസ് ജസ്റ്റ് ഔട്ട് ഓഫ് കോൺഷ്യസ്. മാക്സിമം പോയാൽ സബ് കോൺഷ്യസ് വരെ പോകും. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ഫ്രം സബ് കോൺഷ്യസ്. ബട്ട് വാട്ട് അബൌട്ട് അൺകോൺഷ്യസ്? ഓൺലി വിത്ത് സം മെഡിക്കൽ ടെക്നീക്സ്, some counseling therapies, you can take out the components, contents from a person's unconscious. അതേപോലെയാണ് ഈ ടെക്സ്റ്റിൻ്റെയും. ഇതൊരിക്കലും നിങ്ങൾക്കൊരു സർഫസ് മീനിങ് റീഡിങ്ങിൽ കിട്ടില്ല. വിൽ നെവർ ഗെറ്റ് an entirely different meaning just with the glossing over of the text. അവിടെയാണ് അൺകോൺഷ്യസിനെ ടീസ് ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻസ് that lies there.
all the things which its own textuality glosses over or fails to recognize. അൺകോൺഷ്യസിൽ എന്ന് എടുക്കുന്നത് എന്താണ് ചെയ്യുന്നത്, അതിൽ ആ അൺകോൺഷ്യസിൽ ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് all the things which its own textuality. എത്ര ടെക്സ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ദ ടേം മീൻസ് ദ മീനിങ് പൊട്ടൻഷ്യലാണ്, മീനിങ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റിൻ്റെ കഴിവിനെയാണ് ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലും മറികടക്കുന്ന അത്രയും ഡീപ്പർ സെൻസിലുള്ള മീനിങ്സ്, അതിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നില്ല ഡീകൺസ്ട്രക്ഷനിലൂടെ നമ്മൾക്ക് വീണ്ടെടുക്കുക. അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം അവർ ഡീപ്പർ മീനിങ്. ഒരു തരത്തിലൊരു പാസേജിന്മേലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. സംടൈംസ് ജസ്റ്റ് ഓൺ എ മെറ്റഫോർ ഓർ സിമിലി വി മേ ബി കോൺസെൻട്രേറ്റിംഗ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ഇഫ് യു ആർ സെർച്ചിങ് ജസ്റ്റ് അൺഫെമിലിയർ അൺഫെമിലിയർ ടേംസ്, അതിൻ്റെ മീനിങ് നോക്കിയിട്ട് നമ്മളെടുത്ത് കൊണ്ട് നടന്ന പ്ലോട്ട് സമ്മറി അല്ല ഇവർ ഉദ്ദേശിക്കുന്ന ഡീകൺസ്ട്രക്ഷൻ. ആ പ്ലോട്ട് സമ്മറിക്കാണെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അപ്പാർട്ട് ഫ്രം ഇഫ് യു വോണ്ട് ടു ഗോ ടു an entirely different take of the text, you'll have to go for a deconstructive reading. That's an optional reading. It's not compulsory that every text you have to go for deconstructing. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ടെക്സ്റ്റും ഡീകൺസ്ട്രക്റ്റ് ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്താൽ വരുന്ന കാര്യങ്ങളിൽ കിട്ടുന്നത് ഇതൊക്കെയാണെന്ന് ഓർമ്മിക്കുക. ദെൻ പിന്നെ റിപ്രസ്ഡ് അൺകോൺഷ്യസ്. I'm not reading the whole textual sentences I'm not reading, but ഇതിൽ ഏറ്റവും മെയിൻ ടേംസ് ആണ്, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. ദി റിപ്രസ്ഡ് അൺകോൺഷ്യസ് വിത്തിൻ ദ ലാംഗ്വേജ് മൈറ്റ് ബി സെൻസ്ഡ് എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്. സി ദാറ്റ്സ് എറ്റിമോളജിക്കൽ. റിപ്രസ്ഡ് അൺകോൺഷ്യസ്, what do you mean by repression? That is, you are suppressing something which is already there but it's not coming out, it's not already available as a like plain സ്റ്റേറ്റ്മെൻറ്റ്സിലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ വി ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഗസ്റ്റ്, ഹോസ്റ്റസ്, എനിമി. ദിറ്റ്സ് ഗസ്റ്റ് ആസ് എ ടേം വിച്ച് വി നോ ആസ് എ വെരി പോസിറ്റീവ് സെൻസ്. ഇൻ എ വെരി പോസിറ്റീവ് സെൻസ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥിയാണ്, വരുന്നൊരാൾ. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് സെൻസിൽ പെട്ടെന്ന് പറയുമ്പോൾ ആ ടേമിൽ വേറൊരു നെഗറ്റീവ് സെൻസ് നമ്മൾ എടുക്കില്ല. ബട്ട് വാട്ട് ഇസ് ഹാപ്പണിങ് വിത്ത് ആൻഡ് വിൽ സി അതിൽ ആ വേർഡ് മീനിങ് അത് എറ്റിമോളജിയിൽ എത്രമാത്രം നമുക്ക് ഭയങ്കര ഡിഫറൻസിൽ നമുക്ക് ആ മീനിങ് കിട്ടുമെന്നുള്ളതാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഹോസ്റ്റസ് വിച്ച് മീൻസ് എനിമി. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഈ ഗസ്റ്റിനെ എനിമിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു മീനിങ് സെൻസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ദാറ്റ്സ് പോസിബിൾ ഡബിൾ ആസ്പെക്റ്റ് ആണ്. അത് പൊട്ടൻഷ്യൽ ഡബിൾ ആസ്പെക്റ്റ് ഓഫ് എ ഗസ്റ്റ്, either വെൽക്കം ഓർ അൺവെൽക്കം ഓർ ആസ് ചേഞ്ചിങ് ഫ്രം വൺ ടു ദി അതർ. അതാണ് ആ ഒരു ക്ലാസ്സിലത് നന്നായിട്ട് പിന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത രീതി ഇങ്ങനെയാണ്. അതായത് ഗസ്റ്റ് കംസ് ടു ഹോം. രാവിലെ ഭയങ്കര സന്തോഷമാണ്, യെസ് നല്ലത് തന്നെ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ വളരെ സന്തോഷം, ഓക്കെ ഫൈൻ. അപ്പം മോർണിംഗിൽ നമ്മൾ പിന്നെ നല്ലൊരു ട്രീറ്റൊക്കെ കഴിഞ്ഞ് ഇത് ഉച്ചക്ക് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവിടെ ഇരിക്കുന്നത്. ഉച്ചയായപ്പോൾ ഓക്കെ പ്ലാൻ ടു ടേക്ക് ലഞ്ച്, ഓക്കെ സാരമില്ല, ഏതായാലും കുറച്ച് സാധനങ്ങളും പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണല്ലോ, ദാറ്റ്സ് ഫൈൻ, ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഇത് പോകാനുള്ള പ്ലാനേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ രീതി അങ്ങോട്ടേക്ക് മാറും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡു നോട്ട് വോണ്ട് ടു അക്കോമഡേറ്റ് സംവൺ ഹൂ ഇസ് നോട്ട് ലൈക്ക് ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ആൾക്കാരെ ഒരു 90% ഓഫ് പീപ്പിൾ ഡു നോട്ട് അപ്രീഷിയേറ്റ്. ലൈക്ക് അത് നോർമൽ സിറ്റുവേഷനാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് അല്ലേ, നമ്മളിപ്പോൾ എന്തായാലും ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതീക്ഷ അതാണ് അല്ലേ. എന്തായാലും എനിവേ അങ്ങനെ ഒരു കേസിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡബിൾ മീനിങ് ഉണ്ട്. ഒരു ഗസ്റ്റ് എന്നുള്ളത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഏത് സമയത്തും ടേൺ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പം ചിന്തിക്കുക നമ്മളിപ്പോൾ വരുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വരും. സംടൈംസ് ആഫ്റ്റർ ദാറ്റ് ദ പേഴ്സൺ സ്റ്റാർട്ട്സ് എ ഡിസ്കഷൻ വിച്ച് വി ഡു നോട്ട് വോണ്ട് ടു പ്രൊമോട്ട് ഓർ വി ഡു നോട്ട് വോണ്ട് ടു എൻഗേജ് വിത്ത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുമ്പോഴും അവിടെ ഇങ്ങനെ ഒരു പോസിബിൾ പൊട്ടൻഷ്യൽ ഡബിൾ മീനിങ് ഉണ്ട്. പക്ഷേ അത് നമ്മൾക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒറ്റൊരു മീനിങ് അറിയും, എന്നാൽ അതിഥി, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് വെൽക്കംഡ് ആവേണ്ട, അല്ലെങ്കിൽ നമ്മളെ കോൺസെപ്റ്റ് അങ്ങനെയാണ്, അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് നമ്മളെ കോൺസെപ്റ്റ്, ഇന്ത്യൻ കോൺസെപ്റ്റ്. എസ്പെഷ്യലി വി ടേക്ക് ഗസ്റ്റ് ടു ബി സംവാട്ട് അറ്റ് എ ഹയസ്റ്റ് പ്ലെയിൻ. അങ്ങനെയുള്ളിടത്താണ് ഇവിടെ കാണുന്നത് അതിന് ലാറ്റിൻലി ഒരു എറ്റിമോളജിക്കലി ഇറ്റ് ഹാസ് അനദർ മീനിങ് എനിമി. അപ്പോൾ ഇതെങ്ങനെ ഈ എനിമിയിലേക്ക് എത്താനുള്ള ചാൻസ് ഒറ്റൊരു വേർഡിലാണ് വലിയൊരു ഡികൺസ്ട്രക്ഷൻ അവിടെ വരുന്നത്. സോ നോഷൻ ഓഫ് ദി ഹോസ്റ്റിലിറ്റി ഇസ് എ റിപ്രസ്ഡ് അൺകോൺഷ്യസ് ഓഫ് ദി വേർഡ്.
അത് ഓൾറെഡി അവിടെ ഉണ്ട്, ദാറ്റ് ഈസ് ദർ ബട്ട് വിച്ച് ഈസ് റിപ്രസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ അൺകോൺഷ്യസ് ഓഫ് ദി വേൾഡ്. അതെപ്പോഴാണ് പുറത്ത് വരിക? നമ്മൾ ഗസ്റ്റ് ഈ രീതിയിൽ ടേൺ ചെയ്യുമ്പോൾ വി ക്യാൻ തിങ്ക് അബൌട്ട് ദി പോസിബിൾ ഡബിൾ ഓർ ദ പൊട്ടൻഷ്യൽ ഡബിൾ ആസ്പെക്റ്റ് ഓഫ് ദി സെയിം വേർഡ് വിച്ച് വി ഡിഡൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട്. അപ്പോൾ ഇതൊരു വേർഡിൻ്റെ കാര്യത്തിൽ നടക്കുന്നതല്ല. എനി വേർഡ് ക്യാൻ ഹാവ് ഒരുപാട്, അതായത് ഡിക്ഷണറിയിലുള്ള, നോട്ട് ജസ്റ്റ് ഇൻ ഇംഗ്ലീഷ്, മലയാളം ഓർ ഹിന്ദി ഓർ തമിഴ്, ഏത് ലാംഗ്വേജിലുള്ളയും ഏത് വേർഡിലും ഓരോ വേർഡ് എടുത്താലും ചിലപ്പോൾ നമ്മൾക്കറിയാത്ത 100 കൂട്ടം ഡിഫറെൻ്റ് അതർ മീനിങ്സ് മേ ബി ദർ. നമുക്കെപ്പോഴും അറിയുന്നത് എന്താണ്? നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ള മീനിങ്സാണ്. നമ്മൾ വി ടേക്ക് ദാറ്റ് ഫോർ ഗ്രാൻറ്റഡ്. സോ ദാറ്റ്സ് ഓൾ വിത്ത്. അതാണ് ആ ഒരു പാർട്ടിൽ പറയുന്നത്. ഇനി ഈ പറയുന്ന സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സം പ്രാക്ടിക്കൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ അണ്ടറിൽ നമ്മൾ കുറച്ചുകൂടി ഡെഫിനിഷൻസ് കാണും. വി വിൽ സി സം മോർ ഡെഫിനിഷൻ. ഇപ്പോൾ പറഞ്ഞത്, അതായത് ഈ പിന്നെ ഇതുവരെയും വന്നിട്ടുള്ളത് ജസ്റ്റ് ഇതിൻ്റെ പോസിബിൾ ഡീകൺസ്ട്രക്ഷൻ എങ്ങനെ നടക്കുന്ന, ഏത് രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇനി നമ്മൾ അടുത്ത സെഷനിൽ ഓരോരുത്തരും പറയുന്നതിൻ്റെ ഡെഫിനിഷൻസ് തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. വി വിൽ സി ദ ഡെഫിനിഷൻസ് ബൈ സം 3 or 4 മേജർ ഡീകൺസ്ട്രക്റ്റീവ് ക്രിറ്റിക്സ്.